ഇങ്ങനെ ഒരു പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ നേരെ ഈ രൂപത്തിൽ പിടിച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഷേപ്പ് കിട്ടും, ഒരു സിലിണ്ടർ ഷേപ്പ്. ആ ഷേപ്പാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ഷേപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 2 സൈഡ് ഉണ്ട്. അതായത് നമ്മൾ ഒരു പെന്നെടുത്ത് ഈ ഭാഗത്തുകൂടെ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ തന്നെ കൂട്ടിമുട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഒരു സൈഡ് ഉണ്ട്. ഇങ്ങനെയല്ലാതെ നമ്മുടെ ഈ ഒരു ഷേപ്പിനെ ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ ഇമ്പോസിബിൾ എന്നറിയപ്പെടുന്ന ഒരു ഷേപ്പ് കിട്ടും. ആ ഷേപ്പിന്റെ പേരാണ് മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഷേപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഷേപ്പിന് 2 സൈഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് ഒറ്റ സൈഡേ ഉള്ളൂ. അതായത് ഒരാൾ ഈ ഷേപ്പിന്റെ ഈ ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തിലേക്ക് തന്നെ എത്തുന്നതായിട്ട് കാണും. അതായത് ഇതിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെന്നെടുക്കാതെ നമ്മൾ വരക്കുകയാണെങ്കിൽ അങ്ങനെ വരച്ച് നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് തന്നെ എത്തും. എന്നാൽ നേരത്തെ ഷേപ്പിലോ പുറത്തൂടെ നടക്കുമ്പോൾ അകത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് ഒരു സൈഡുള്ളൂ എന്ന് മാത്രം നമ്മൾ പറയുന്നത്. മാത്രമല്ല ഈ ഒരു സൈഡിലൂടെ ഇതിന്റെ സെന്ററിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കും, ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഷേപ്പിനെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് 2 ഭാഗമായിട്ട് മാറുമല്ലോ. അതേ രീതിയിലാണ് വരുന്നത് എന്നാണ് നമ്മൾക്ക് തോന്നുക. എന്നാൽ നമ്മൾ ഇതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്തായി വരും എന്നുള്ളത്. കട്ട് ചെയ്ത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മൾ ഇതിനെ മീറ്റ് ചെയ്യും. എന്നാൽ അങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് 2 എണ്ണമായിട്ട് മാറുന്നില്ല, പകരം ഒരു വലിയ ഒരു സ്ട്രിപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊബിയസ് സ്ട്രിപ്പ് അല്ലെങ്കിൽ മൊബിയസ് ബാൻഡ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് സിലിണ്ടർ എന്നൊക്കെ പറയാറുണ്ട്.